ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപികയായ ജസീറ ബീഗം MP സംസാരിക്കുന്നു. ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അത്യന്തം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിൽ. ഒരു നിമിഷം കണ്ണുകളടച്ച് ചിന്തിച്ചു നോക്കൂ. ഒരു ക്ലാസ് മുറി, അവിടെ ഇരിക്കുന്ന കുട്ടികൾ. ഒരാൾ വേഗത്തിൽ എഴുതുന്നു, മറ്റൊരാൾ പെൻസിൽ പോലും ശരിയായി പിടിക്കാൻ ബുദ്ധിമുട്ടുന്നു. ഒരാൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു, മറ്റൊരാൾ സംസാരിക്കാൻ പോലും ഭയപ്പെടുന്നു. പക്ഷേ അവർക്കെല്ലാം ഒരേ അവകാശമുണ്ട്: പഠിക്കാൻ, മുന്നേറാൻ, അംഗീകരിക്കപ്പെടാൻ. ഇതാണ് നമ്മെ ഒരു മഹത്തായ ആശയത്തിലേക്ക് എത്തിക്കുന്നത്: ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നത് എല്ലാ കുട്ടികളും, അതായത് വൈകല്യമുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഒരേ ക്ലാസ്സിൽ ഒരേ പഠനാന്തരീക്ഷത്തിൽ പഠിക്കണം എന്ന ആശയമാണ്. കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടാവാം, കാഴ്ചക്കുറവുണ്ടാവാം, പഠനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാവാം, ശരീര വൈകല്യമുണ്ടാവാം. എന്തായാലും അവർ എല്ലാവരും ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ സന്തോഷത്തോടെ പഠിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറയുന്നത് ഓരോ കുട്ടിയും പഠിക്കാൻ കഴിവുള്ളവരാണ്, പക്ഷേ പഠിപ്പിക്കുന്ന രീതിയാണ് മാറ്റേണ്ടത്. പ്രൈമറി സ്കൂളിൽ ഇതിന് എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യമേറി? പ്രൈമറി സ്കൂൾ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇവിടെ അവർ സൗഹൃദം, പങ്കിടൽ, സഹകരണം, കരുണ എന്നിവ പഠിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇവയെല്ലാം കൂടുതൽ ശക്തമാക്കുന്നു. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുന്നു. എല്ലാവരും ഒരുപോലെയല്ല, പക്ഷേ എല്ലാവരും വ്യത്യസ്ത കഴിവുള്ളവരാണ് എന്ന മനോഭാവം വളരുന്നു. വൈകല്യമുള്ള കുട്ടികൾക്ക് ഞാനും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം ലഭിക്കുന്നു. CWSN കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ: സഹപാഠികളുമായി ഇടപഴകുന്നത്, ആശയവിനിമയം, സൗഹൃദം, സഹകരണം, ആത്മവിശ്വാസം എന്നിവ വളർത്തുന്നു. പൊതുവിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ പഠിക്കുന്നത് ഉയർന്ന പ്രതീക്ഷകൾ, കൂടുതൽ പഠനാവസരങ്ങൾ, വ്യക്തിഗത പിന്തുണ എന്നിവ നൽകുന്നു. വേറിട്ട കുട്ടി എന്ന ലേബൽ ഇല്ലാതാവുന്നു. അവർ സമൂഹത്തിൻ്റെ ഭാഗമാകുന്നു. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ, പ്രശ്നപരിഹാരം, സ്വയം നിർണയം എന്നിവ പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടി സുരക്ഷിതമായ, സ്വീകരിക്കുന്ന, പിന്തുണയുള്ള ഒരു അന്തരീക്ഷത്തിൽ പഠിക്കുന്നു എന്ന ആത്മവിശ്വാസം ലഭിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ അധ്യാപകൻ്റെ പങ്ക്. ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൻ്റെ ബാക്ക് ബോൺ ആരെന്ന് ചോദിക്കുമ്പോൾ അധ്യാപകൻ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരു അധ്യാപകൻ പുസ്തകം പഠിപ്പിക്കുന്നവൻ മാത്രമല്ല, ജീവിതം രൂപപ്പെടുത്തുന്നവനാണ്. പറയുന്ന ഓരോ വാക്കും ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം ഉയർത്തും. എല്ലാ കുട്ടികളും എൻ്റെ കുട്ടികളാണ് എന്ന സമീപനം അധ്യാപകരിൽ ഉണ്ടാവണം. ഒരു അധ്യാപകൻ കുട്ടികളെ മനസ്സിലാക്കണം, അവരുടെ വ്യത്യാസങ്ങളെ അംഗീകരിക്കണം, ഓരോ ചെറിയ പുരോഗതിയും ശ്രദ്ധിക്കണം. അധ്യാപകൻ പറയുന്ന ഒരു പ്രോത്സാഹന വാക്ക് കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിജയിക്കാൻ ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് അനിവാര്യമാണ്. ഇവിടെ കുട്ടി തന്നെയാണ് പഠനത്തിൻ്റെ
കേന്ദ്രം, അധ്യാപകരല്ല. ഇവിടെ കുട്ടി സംസാരിക്കും, കുട്ടി ചിന്തിക്കും, കുട്ടി അന്വേഷിക്കും, അനുഭവത്തിലൂടെ പഠിക്കും. അധ്യാപകൻ വെറും മാർഗദർശിയാണ്. ഉദാഹരണത്തിന് മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ബീഡ്സ്, സ്റ്റിക്സ്, സ്റ്റോൺസ് പോലുള്ള കോൺക്രീറ്റ് ഒബ്ജക്റ്റുകൾ കൊടുത്തുകൊണ്ട് അവരോട് എണ്ണാൻ പറയുക. ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കഥകൾ പറയാനുള്ള അവസരം നൽകുക, റോൾ പ്ലേ നടത്താനുള്ള അവസരം നൽകുക. വലിയ അക്ഷരത്തിലുള്ള പുസ്തകങ്ങൾ, ചിത്രങ്ങൾ, ഫ്ലാഷ് കാർഡുകൾ, കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ചുള്ള പഠനം, ഇത് ലേണിംഗ് എളുപ്പമാക്കാം, ആസ്വാദ്യകരമാക്കാം. എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ പഠിക്കുന്നവരല്ല. ചിലർ കണ്ടു പഠിക്കും, ചിലർ കേട്ട് പഠിക്കും, ചിലർ ചെയ്ത് പഠിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ഫ്ലെക്സിബിളായിരിക്കണം. അതിന് വിഷ്വൽ എയ്ഡ്സ്, ചാർട്ട്, TLM, ICT, സ്മാർട്ട് ക്ലാസ് റൂം, അസിസ്റ്റീവ് ടെക്നോളജി എന്നിവ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഫ്ലെക്സിബിളായിരിക്കണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും മാതാപിതാക്കൾക്കും പങ്കുണ്ട്. കുട്ടികളുടെ വളർച്ചയിലുള്ള സഹകരണം, സ്കൂളുമായി ഇടപെടൽ, പോസിറ്റീവ് സമീപനം, കുട്ടിയുടെ ശക്തികളും ബുദ്ധിമുട്ടുകളും അധ്യാപകനോട് പങ്കുവെക്കുക. മാതാപിതാക്കൾക്കുള്ള അവബോധ പരിപാടികൾ വൈകല്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാൻ സഹായിക്കും. ലക്ഷദ്വീപിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ സാധ്യതകൾ. ലക്ഷദ്വീപ് ഒരു ചെറിയ ദ്വീപ് സമൂഹമാണ്. ഇവിടെ സമൂഹബന്ധം ശക്തമാണ്. അതിനാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പാക്കാൻ വലിയ സാധ്യതകളുണ്ട്. ചെറിയ സ്കൂളുകൾ, വ്യക്തിഗത ശ്രദ്ധയ്ക്ക് അനുയോജ്യം. ക്ലാസുകൾ ചെറുതായതിനാൽ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി പിന്തുണയ്ക്കാൻ എളുപ്പമാണ്. സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിന്തുണ. സമഗ്ര ശിക്ഷ, NEP 2020, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ CWSN തുടങ്ങിയ പദ്ധതികൾ ഇതിനകം പ്രവർത്തിക്കുന്നു. ഓൺലൈൻ പഠനം, ICT ടൂൾസ് എന്നിവ ഉപയോഗിച്ചുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക് കൂടുതൽ പിന്തുണ നൽകാൻ ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ദ്വീപുകളിൽ നിയോഗിക്കാനുള്ള സാധ്യത. റിസോഴ്സ് ടീച്ചേഴ്സ്, തെറാപ്പിസ്റ്റ് എന്നിവരെ ഓരോ ദ്വീപിലും ലഭ്യമാക്കാൻ പദ്ധതികൾ നടപ്പാക്കാം. ലക്ഷദ്വീപിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശക്തിപ്പെടുത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. അധ്യാപകർക്കുള്ള സ്ഥിരമായ പരിശീലനം നൽകുക, പ്രത്യേകിച്ച് ഇൻക്ലൂസീവ് പെഡഗോജി, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് അഥവാ UDL, IEP, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നിവയെക്കുറിച്ചുള്ള പരിശീലനങ്ങൾ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വെറും പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് സ്കൂളിൻ്റെ ഓരോ ഭാഗത്തും കാണപ്പെടണം. പ്രത്യേകിച്ച് CWSN വിദ്യാർത്ഥികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പുവരുത്തുക. വീൽചെയർ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാവുന്ന വിധം ആയിരിക്കണം അവിടുത്തെ റാമ്പും വാതിലുകളും. ആക്സസിബിൾ ടോയ്ലറ്റ്സ് ആയിരിക്കണം. സപ്പോർട്ട് ബാർ, ആൻറ്റി സ്ലിപ്പ് ഫ്ലോർ, മതിയായ സ്പേസ് എന്നിവ ടോയ്ലറ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു നയം മാത്രമല്ല, ഇത് ഒരു മനോഭാവം ആണ്. ഒരു സമൂഹത്തിൻ്റെ വളർച്ചയാണ്, ഒരു കുട്ടിയുടെ ഭാവിയാണ്. നമ്മുടെ ലക്ഷദ്വീപ് ചെറിയ ദ്വീപുകളിൽ വലിയ സൗഹൃദങ്ങൾ, വലിയ ഹൃദയങ്ങൾ, ശക്തമായ ബന്ധങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ്. അതിനാൽ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം ഇവിടെ വിജയകരമായി നടപ്പാക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ഓരോ കുട്ടിയും വിലപ്പെട്ടവരാണ്. ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. ഓരോ കുട്ടിയും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയാണ്. ലക്ഷദ്വീപിലെ ഓരോ പ്രൈമറി സ്കൂളും സ്നേഹമുള്ള, കരുണയുള്ള, ഉൾക്കൊള്ളുന്ന ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന, പരസ്പരം സഹായിക്കുന്ന നല്ല പൗരന്മാരായി വളരും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഓരോ കുട്ടിയെയും
സ്വീകരിക്കുന്ന ഒരു മനോഹരമായ വിദ്യാഭ്യാസ സംസ്കാരം ലക്ഷദ്വീപിൽ സൃഷ്ടിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൈമറി തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഗവൺമെൻറ് സീനിയർ ബേസിക് സ്കൂൾ കൽപ്പേനിയിലെ പ്രൈമറി സ്കൂൾ അധ്യാപികയായ ജസീറ ബീഗം MP. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.